എമിറേറ്റ്സിൽ എന്തായിട്ട് വർക്ക് ചെയ്തിരുന്നത്? ചെക്കിംഗ് സ്റ്റാഫാ. ഇപ്പൊ ഇതിലെന്താ എങ്ങനെ ഈ കോലത്തിൽ വന്നത്? അങ്ങനെ ആയില്ല. നമുക്ക് അതൊക്കെ ക്ലിയർ ആക്കി എടുക്കാം. മനുഷ്യനല്ല അങ്ങനെ വരൂട്ടാ. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഓക്കെ, അതിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിരുന്നു, വൈഫിനെ വിളിച്ചിരുന്നു. അവരൊക്കെ സ്വീകരിക്കും. സ്വന്തം പേര് പോലും ഓർത്തെടുക്കാൻ കഴിയാതെ, താമസിക്കാൻ സ്ഥലമില്ലാതെ ദുബായ് നഗരത്തിൽ ഭിക്ഷാടകനായി അലഞ്ഞുതിരിഞ്ഞ മനുഷ്യൻ. മദ്യപാനശീലം നശിപ്പിച്ച ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളല്ലാതെ മറ്റൊന്നും സമ്പാദ്യമായില്ല. അവിടെ നിന്നുള്ള മടക്കയാത്രയും അതിജീവനവും നിസ്സാരമായിരുന്നില്ലെന്ന് പറയാനാണ് അയാൾ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. മദ്യപിക്കുന്ന ദിവസങ്ങളെ പിറ്റേന്ന് നിരാശ. സുഹൃത്തുക്കൾ കൊണ്ട് പങ്കുണ്ട്. വല്ലപ്പോഴും 2 ദിവസം 3 ദിവസമൊക്കെ കുടിക്കും, പിന്നെ 2 ദിവസം നിർത്തിവെക്കും. ഇത് തന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചു. പിന്നെ ഇഞ്ചക്ഷനൊക്കെ വെച്ചപ്പോൾ അത് നിർത്തി. കുടി നാശമാണ്, നാശത്തിൻ്റെ മുന്നോടിയാണ് കുടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കരകയറാൻ പറ്റില്ല. നമ്മളൊരു സ്ഥലത്ത് വയ്യാതെ വീണ് കിടന്നു പോയാലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തായാലും നമുക്ക് എന്തൊരു സഹായം എത്തിക്കും. ഇത് ഇങ്ങനെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ വഴിയിൽ നിന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിയപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ കുടിച്ചോണ്ട് കിടക്കണമെന്ന് പറയുള്ളൂ. സംസാരിക്കുന്നതിനിടയിൽ രതീഷിന്റെ വാക്കുകൾ ഇടറുന്നുണ്ട്. മുറിഞ്ഞു പോകുന്ന വാക്കുകൾ പൂർത്തിയാക്കുന്നത് അന്നും ഇന്നും കൂടെയുള്ള അമ്മ ഓമനയാണ്. അവൻ്റെ ഭാര്യ പറയും ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താൽ മതി, പോണ്ട ഏട്ടാന്ന് പറയും. അവളിപ്പം ഇല്ല, 5-6 വർഷം കൊണ്ട് മാറി നിൽക്കുകയാണ്. മദ്യപിക്കുന്നതുകൊണ്ടാണ്. ബന്ധമൊന്നും വേർപെടുത്തിയിട്ടില്ല. 6ാം ക്ലാസ് പഠിക്കുന്ന മോള്. ഇത് ഈ മദ്യപാനം യാതൊന്നിനും നിങ്ങൾ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തിനും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ മദ്യപാനം ഒഴിവാക്കുക. 41 വയസ്സ് മാത്രമാണ് പ്രായം. ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്യാനും കുടുംബം നോക്കാനുമുള്ള മനസ്സുമുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങളോളമുള്ള പ്രവാസ ജീവിതം എല്ലാം തകർത്തെന്ന് രതീഷ് ഓർത്തെടുക്കുന്നു. ദുബായിലെ തന്നെ സന്നദ്ധ കൂട്ടായ്മയുടെ ഇടപെടലാണ് 7 മാസം മുൻപ് രതീഷിനെ നാട്ടിലെത്തിച്ചത്. അവിടെ നിന്ന് പ്രിയപ്പെട്ടവർ അയാളെ കൈപിടിച്ചു കയറ്റി. ഇന്ന് മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഡി അഡിക്ഷൻ സെന്ററിലും ചികിത്സ തുടരുന്നു. മദ്യപാനശീലം മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചു വരുമെന്ന് രതീഷ് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇന്ന് സ്വന്തമായില്ല. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കുന്നത് നാട്ടുകാരുടെ സഹായത്താൽ. എങ്ങനെയൊന്നും അറിയാൻ വയ്യ മോളെ. കിടക്കാനും സ്ഥലമില്ല. സമ്പാദ്യം വീടൊക്കെ ഇവിടെ കടമൊക്കെ ആയി ലോണൊക്കെ എടുത്ത് അടയ്ക്കാതെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ പോയി.